ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നാളെ പങ്കുനി ഉത്രം ദിവസമാണ്. ഈ പങ്കുനി ഉത്രം വരുന്ന ഒരു ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച മഹാലക്ഷ്മി ദേവിക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസമായതിനാൽ തന്നെ ഈ ദിവസത്തിൽ സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായി നമ്മൾ ഒരുപാട് വഴിപാടുകളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും നേരത്തെ തന്നെ പല വീഡിയോകളായി പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എല്ലാ ദേവീദേവന്മാർക്കും ഏറ്റവും അനുയോജ്യമായ പങ്കുനി ഉത്രവും ചേർന്നു വരുന്നതിനാൽ ഈ ദിവസം നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾക്കും പൂജകൾക്കും താന്ത്രിക മുറകൾക്കും അനേകായിരം ഫലങ്ങളാണ് നമ്മളെ തേടി വരുന്നത്. നാളെ നമ്മുടെ വീട്ടിൽ ഒരു ദീപമെങ്കിലും തെളിയിച്ച് നമുക്ക് വിശ്വാസമുള്ള അത് ഏത് ദൈവമാണെങ്കിലും ശരി, ശിവഭഗവാനെയാണോ, രാമഭഗവാനെയാണോ, നാരായണ സ്വാമിയെയാണോ, മഹാലക്ഷ്മി ദേവിയെയാണോ, ഏത് ദൈവങ്ങളുടെ നാമങ്ങളും മന്ത്രങ്ങളും ചൊല്ലി പ്രാർത്ഥിച്ചാലും അതിന് നമുക്ക് ഫലം തേടിയെത്തുന്നതായിരിക്കും. അങ്ങനെയിരിക്കെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി നമ്മൾ നാളെ രാവിലെ മുതൽക്ക് രാത്രി 9 മണി വരെയുള്ള ഏതൊരു സമയത്താണ് വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് എങ്കിലും നമ്മുടെ വീട്ടിലെ വിളക്കിന് അടിയിൽ എത്ര ദീപം തെളിയിക്കുകയാണെങ്കിലും നിങ്ങൾ ഇവിടെ ഒരു വിളക്കിന് താഴെ മാത്രം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ വസ്തുക്കൾ വെച്ചാൽ മതിയാകുന്നതാണ്. ആ വസ്തുക്കൾ ഏതാണ് എന്ന് കാണാം. അതിനു മുന്നേ നമ്മൾ വീട്ടിലെ ദീപം തെളിയിക്കുമ്പോൾ നാളെ വെള്ളിയാഴ്ചയും കൂടി വരുന്നതിനാൽ നെയ് ദീപം തെളിയിക്കുവാനായിട്ട് ശ്രമിക്കുക. പൊതുവെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ശുക്രഭഗവാനും അനുയോജ്യമായ ഒരു ദിവസമാണ്. മഹാലക്ഷ്മി ദേവിയുടെയും ശുക്രഭഗവാന്റെയും അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യ ജീവിതത്തിൽ അയാൾ സമ്പത്തിൻ്റെ ഉയർച്ചയിലേക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്നും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സമ്പത്ത് വർധനയ്ക്കായും മഹാലക്ഷ്മി കടാക്ഷത്തിനായും ശുക്രഭഗവാന്റെ അനുഗ്രഹത്തിനായും നമ്മൾ നാളെ നമ്മുടെ വീടുകളിൽ തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു ദീപത്തിന് താഴെ, അതായത് ആദ്യം നമ്മളൊരു തട്ട് വയ്ക്കും, അതിന് മുകളിലായിരിക്കും നമ്മൾ എല്ലാവരും ദീപം വെക്കുന്നത്. അത് ഒരു വിളക്കാണെങ്കിലും അല്ല നമ്മൾ 3 വിളക്കോ 5 വിളക്കോ എത്ര വിളക്കാണ് തെളിയിക്കുന്നത് എങ്കിലും എപ്പോഴും ദീപം തെളിയിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് താഴെ തറയിൽ വെക്കരുത്. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അപ്പോൾ നാളെ നമ്മൾ ആദ്യം ഒരു തട്ട് വെച്ചു, അതിനോടൊപ്പം 6 ഏലക്ക, 6 ഗ്രാമ്പു, ഒരു കഷ്ണം പച്ചക്കർപ്പൂരം, ഇവ 3ഉം ആ തട്ടിന് താഴെ വെച്ച് അതിന് മുകളിൽ നമുക്ക് ദീപം വെച്ച് നെയ്യൊഴിച്ച് പഞ്ഞുതിരിയോ നൂൽത്തിരിയോ ഇട്ട് നമുക്ക് ദീപം തെളിയിക്കാവുന്നതാണ്. അത് നിങ്ങൾ നാളെ ഏതൊരു സമയത്താണ് ചെയ്യുന്നത് എങ്കിലും മറക്കാതെ ഈ ഒരു താന്ത്രികം കൂടി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഏലക്ക, ഗ്രാമ്പു എന്നിവ പണത്തെ വശ്യം ചെയ്യുവാനും മഹാലക്ഷ്മി കടാക്ഷം നിറഞ്ഞതും കൂടിയാണ്. അതിനാൽ തന്നെ നാളെ നമ്മൾ ഇത് വെക്കുന്നതിനോടൊപ്പം നമ്മുടെ വീട്ടിൽ സാമ്പത്തിക തടസ്സമില്ലാതിരിക്കാനും സമ്പത്ത് വന്നു ചേരുവാനും കയ്യിലുള്ള പണം പാഴ്ചിലവാകാതെ പോകുവാനും സൂക്ഷിക്കുന്ന പച്ചക്കർപ്പൂരവും ചേർന്ന് നമ്മൾ ഈ ദീപത്തിന് താഴെ വെച്ച് പ്രാർത്ഥിക്കുക. ഈ പച്ചക്കർപ്പൂരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലക്ഷ്മി കടാക്ഷം നിറഞ്ഞ ഒന്നാണ് എന്ന് നമുക്കറിയാം. എങ്കിലും പച്ചക്കർപ്പൂരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് തിരുപ്പതി വെങ്കടാചലപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത്. തിരുപ്പതി വെങ്കടാചലപതിയെ സമ്പത്തിൻ്റെ അധിപനായിട്ടാണ് കരുതപ്പെടുന്നത്. അതിനാൽ തന്നെ നമ്മുടെ വീട്ടിലെയും സാമ്പത്തിക തടസ്സങ്ങൾ പരിപൂർണമായി മാറിക്കിട്ടുവാനായി ഏതൊരു വീട്ടിലും എപ്പോഴും പച്ചക്കർപ്പൂരം ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. ഈ പച്ചക്കർപ്പൂരം നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാം, അതുപോലെ തന്നെ നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാം, നമ്മുടെ ഹാൻഡ് ബാഗുകളിൽ ഒരു ചെറിയ കിഴി രൂപത്തിൽ കെട്ടി സൂക്ഷിക്കാം. ഇതെല്ലാം തന്നെ പാഴ്ചിലവുകൾ കുറയുവാനും പണം വശ്യം ചെയ്യുവാനും സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ 3 സാധനങ്ങൾ ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഏലക്ക, ഗ്രാമ്പു, പച്ചക്കർപ്പൂരം, ഇവ 3ഉം നമ്മുടെ വിളക്കിന് താഴെ വെച്ച് അതിന് മുകളിൽ ദീപം വെച്ച് നമുക്ക് ദീപം തെളിയിക്കാം. നിങ്ങൾ നാളെ ഏതൊരു സമയത്താണ് ദീപം തെളിയിക്കുന്നത് എങ്കിലും നാളെ മുഴുവനായും ഈ വസ്തുക്കൾ നമ്മുടെ വിളക്കിന് അടിയിൽ ഇരുന്നോട്ടെ. ശനിയാഴ്ച രാവിലെ പൗർണമിയും കൂടി വരുന്ന ഒരു ദിവസമാണ്. ഈ ദിവസത്തിൽ ഈ 6 ഏലക്ക, 6 ഗ്രാമ്പു, ആ ഒരു കഷ്ണം പച്ചക്കർപ്പൂരം ഇവയെ ഒരു പച്ച നിറത്തിലുള്ള തുണിയിൽ, ഒരു ചെറിയ കഷ്ണം തുണിയിൽ ഒരു കിഴി രൂപത്തിലായി കെട്ടി നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ
സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഇത് എത്ര നാൾ അവിടെ ഇരിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കുവാൻ സാധിക്കും അതിൻ്റെ വാസന എന്ന് പറയുന്നത്. നമ്മൾ അലമാരകൾ തുറക്കുന്ന സമയത്ത് നമുക്ക് പച്ചക്കർപ്പൂരത്തിൻ്റെ മണം പെട്ടെന്ന് കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അത് എപ്പോഴും മാറ്റണ്ട. ഒരു 90 ദിവസം, ഒരു സമയം ചുരുങ്ങിയ സമയം പറയുകയാണെങ്കിൽ ഒരു 90 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ കെട്ടിവെച്ചിരിക്കുന്ന ആ കിഴിയിലുള്ള വസ്തുക്കളെല്ലാം എടുത്ത് കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാം. ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാം. അതും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മരത്തിന് താഴെ ഒരു ചെറിയൊരു കുഴി രൂപത്തിലാക്കി അതിൽ ഇടാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി ഇത് നാളെ മാത്രമാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പൗർണമി ദിവസങ്ങളിൽ, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ, മാത്രമല്ല അക്ഷയ തൃതീയ, അതുപോലെ തന്നെ മഹാലക്ഷ്മി ജയന്തി എന്നീ ദിവസങ്ങളിലെല്ലാം ഈ താന്ത്രികം ചെയ്യാം. പ്രധാനമായും വെള്ളിയാഴ്ചകളിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ സകലവിധ സാമ്പത്തിക തടസ്സങ്ങളെയും ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ചിലർ ഇപ്പോൾ തന്നെ ചോദിക്കും, മാഡം ഞങ്ങൾ ഉച്ച സമയത്ത് വെറ്റില ദീപം തെളിയിക്കുവാനാണ് താല്പര്യപ്പെടുന്നത് എങ്കിൽ അതിൽ എവിടെയാണ് നമ്മൾ വെക്കേണ്ടത് എന്ന് ചോദിക്കും. നമ്മൾ 12 വെറ്റില ദീപം തെളിയിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നേരത്തെ തന്നെ ഇട്ടിരുന്നു. അത് സുബ്രഹ്മണ്യ സ്വാമിക്കാണ്. എങ്കിലും നാളെ രാവിലെയോ വൈകുന്നേരമോ എല്ലാ ദേവീദേവന്മാർക്കും അനുയോജ്യമായ ദിവസം കൂടിയാണ് നാളെ ആയതിനാൽ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ തെളിയിക്കുന്ന ദീപവും തെളിയിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നിത്യവും തെളിയിക്കുന്ന ദീപത്തിന് താഴെ മാത്രം ഈ വസ്തുക്കൾ വെച്ചാൽ മതി. ഇത് വെറ്റില ദീപത്തിൻ്റെ താഴെ വെക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ പ്രത്യേകം എടുത്തു പറയുവാൻ കാരണം എന്ന് പറയുന്നത് നാളെ ഉച്ച സമയത്ത് 12 വെറ്റില ദീപം തെളിയിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതീത ഫലം തരുന്ന ഒരു വെറ്റില ദീപ വഴിപാടാണ് നാളെ പങ്കുനി ഉത്രം ദിവസം ഉച്ച സമയം 12 മണി മുതൽ 12:59 വരെയുള്ള സമയത്തായിട്ട് ഞാൻ തെളിയിക്കുവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദീപം തെളിയിക്കുന്ന സമയത്ത് നമുക്ക് ഈ വസ്തുക്കൾ വെക്കേണ്ട കാര്യമില്ല. മറിച്ച് നാളെ രാവിലെ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും വ്രതം അനുഷ്ഠിക്കാത്തവരാണെങ്കിലും പൂജകളും വഴിപാടുകളും ചെയ്യുവാൻ താല്പര്യമുള്ളവരും അല്ലാത്തവരും ഉണ്ടാകും. അങ്ങനെയുള്ളവരും വീട്ടിലെ ഒരു ദീപമെങ്കിലും തെളിയിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ പറഞ്ഞ സാധനങ്ങൾ വെച്ചു നോക്കുക. തീർച്ചയായും നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം തന്നെ കാണാതെ പോകുന്നത് നമുക്ക് അനുഭവിച്ച് അറിയുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.